ഹായ്, എൻ്റെ പേര് രഹന. ഞാനിപ്പോൾ കേരള വാട്ടർ അതോറിറ്റി നോർത്ത് പറവൂർ സെക്ഷനിൽ 3rd ഗ്രേഡ് ഓവേഴ്സിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഹോളിമാത അക്കാദമിയിൽ ജോയിൻ ചെയ്യുന്നത് 2018 അപ്പോൾ 2018 അന്ന് എക്സാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറേ എക്സാംസ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കോച്ചിങ് സെൻറ്ററിൽ ചേർന്ന് പഠിക്കണം, ഒരു ജോലിയിലേക്ക് കയറണം എന്നൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ കുറേ കോച്ചിങ് സെൻറ്ററിനെ കുറിച്ച് അന്വേഷിച്ചു. അന്ന് അന്വേഷിക്കുമ്പോഴൊന്നും ഹോളിമാതിനെ കുറിച്ചൊന്നും വലിയ അറിവൊന്നും കിട്ടിയിരുന്നില്ല. സാറിൻ്റെ ഒരു പരസ്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി കോച്ചിങ് സെൻറ്ററുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടുമ്പോഴും ഹോളിമാതിനെ കുറിച്ചൊരു അറിവൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ചാലക്കുടി അക്കാദമിയിൽ പോയി ജോയിൻ ചെയ്യുന്നത്. പക്ഷേ അന്ന് എനിക്ക് ജോയിൻ ചെയ്തെങ്കിലും ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഓഫ്ലൈൻ ക്ലാസ് മാത്രമേ അന്ന് സാറിന് ഉണ്ടായിരുന്നുള്ളൂ. ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. ജോയിൻ ചെയ്തെങ്കിലും എനിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഞാനൊരു ഓൺലൈൻ ക്ലാസ് കിട്ടുന്ന ഒരു അക്കാദമിയിൽ ജോയിൻ ചെയ്തു. പക്ഷേ ജോയിൻ ചെയ്തെങ്കിലും അവിടുന്ന് കുറേ നോട്ട്സും കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ കിട്ടിയെങ്കിലും എനിക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടാത്ത പോലെ തോന്നി. അങ്ങനെ ഞാൻ ഒരു എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ വീണ്ടും 2019 വീണ്ടും ഞാൻ ഹോളിമാത അക്കാദമിയിൽ വീണ്ടും അഡ്മിഷൻ എടുത്തു. അന്ന് ഞാൻ ഉറപ്പിച്ചാണ് പോയത്, എന്തായാലും ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ കൃത്യമായി പോകണമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് പോയത്. അങ്ങനെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ചേർന്ന് പിറ്റേ ദിവസം തൊട്ട് ഞാൻ ക്ലാസ്സുകളിൽ പോയി തുടങ്ങി. അങ്ങനെ ഡ്രോയിങ് ക്ലാസ് ഫുള്ള് കഴിഞ്ഞു. അപ്പോഴാണ് കൊറോണ വന്നത്. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ നിർത്തി. അതിനുശേഷം സാർ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും സാർ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങി. പക്ഷെ ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സുകളുടെ അതേപോലെ തന്നെയാണ് ഓൺലൈൻ ക്ലാസ്സുകളും സാറ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. നമുക്ക് നേരിട്ട് ക്ലാസ് എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയായിരുന്നു ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ കാണാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അതോടൊപ്പം സാറ് എല്ലാ ഞായറാഴ്ചകളും തന്നിരുന്ന ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ആഴ്ചയിലെ എല്ലാ ഞായറാഴ്ചകളിലും സാറ് മുടങ്ങാതെ 8 മണി തൊട്ട് സാറൊരു മീറ്റിംഗ് വെക്കും. ആ മീറ്റിങ്ങിൽ കയറാൻ സത്യം പറഞ്ഞാൽ ഇടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 500 പേര് ഫുള്ളായിട്ടുണ്ടാവും. ഇടയ്ക്ക് കയറാൻ സാധിക്കാറില്ല, ആൾക്കാരെന്ന് അറിയുമ്പോൾ കയറാൻ സാധിക്കാറുണ്ടായിരുന്നില്ല. എന്നാലും മുടങ്ങാതെ തന്നെ എല്ലാ മീറ്റിങ്ങിലും നമ്മൾ എല്ലാവരും മാക്സിമം കയറാൻ ശ്രമിക്കുമായിരുന്നു. അപ്പം അതിൽ സാറ് പറയുന്ന ഓരോ കാര്യങ്ങളുമാണ് ഇന്ന് ഇപ്പോൾ ഒരു ജോലിയിലേക്ക് എത്താൻ സഹായിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. സാറ് എല്ലാ ആഴ്ചകളും തന്നിരുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് ഒന്നുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പഠിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ ഇതൊക്കെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം മനസ്സിൽ വന്നത്. അങ്ങനെ സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് ക്ലാസ്സുകൾ കാണാതിരിക്കാൻ തോന്നാറില്ല. ക്ലാസ്സുകാർ പറയുന്ന പോലെ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് സാറ് പറയുന്ന എല്ലാ കാര്യങ്ങളും പറ്റുന്ന രീതിയിലെല്ലാം പറ്റുന്ന സമയത്തെല്ലാം പഠിക്കാൻ ശ്രമിച്ചിരുന്നു. സാറ് പലപ്പോഴും പറയും, നിങ്ങൾക്ക് ഒരു നേരവും നിങ്ങൾ വെറുതെ ഇരിക്കരുത്, എല്ലാ നേരവും പഠിച്ചുകൊണ്ടിരിക്കണം. വെറുതെ ഇരിക്കുന്ന നേരത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യണം. അപ്പോൾ പറ്റുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇനി എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കേൾക്കണം എന്നൊക്കെ സാറ് പറയുന്നു. അതെല്ലാം മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു ജോലിയിലേക്ക് എത്താൻ സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ സാറ് ഇപ്പോൾ എക്സാം എടുക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ എക്സാമിന് പോകുന്നതിന് മുൻപായിട്ടാണെങ്കിലും സാറ് കുറേ ഇൻസ്ട്രക്ഷൻസ് തരുമായിരുന്നു. അതൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. എക്സാമിന് അല്ലെങ്കിൽ എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് എക്സാം എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസിന് എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ സാർ കൃത്യമായിട്ടൊരു ഐഡിയ തന്നിരുന്നു. അതൊക്കെ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് ഓരോ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ എക്സാം എടുക്കുമ്പോഴൊക്കെ സാറ് പറയും, ടെൻഷൻ അടിക്കരുത്, ടെൻഷൻ അടിച്ചാൽ നിങ്ങൾക്ക് ഒരു 20 മാർക്ക് സ്കോർ ചെയ്യാനടുത്ത് 10 മാർക്കേ സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ സാറ് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ പഠിത്ത സംബന്ധമായിട്ട് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ എന്ന് പറയും. ഞാൻ സ്ഥിരമായിട്ട് വിളിച്ചിരുന്ന ഒരാളാണ് സാറിനെ. എപ്പോൾ ടെൻഷൻ വരുമ്പോഴും പഠിച്ചിട്ട് കിട്ടാണ്ടാവുമ്പോൾ അല്ലെങ്കിൽ സാറ് പറയുന്ന പോലെ പഠിച്ചിട്ട് എത്താണ്ടാവുമ്പോഴൊക്കെ സാറിനെ വിളിക്കും. ഇന്ന് വരെ സാറ് എൻ്റെ ഒരു കോള് പോലെ അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടില്ല. എത്ര തിരക്കാണെങ്കിലും സാറ് എന്നെ തിരിച്ച് വിളിക്കും. സാറ് എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ അന്വേഷിക്കും. അങ്ങനെ സാറിനെ ഞാൻ ആക്ച്വലി നേരിട്ട് കാണുന്ന ഇവിടെ ഒരു ഗെറ്റ് ടുഗദറിനാണ്. അതിന് മുമ്പ് സാറിനെ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ട് പോലും സാറ് എൻ്റെ ടെൻഷനുകൾ അറിയാനും അല്ലെങ്കിൽ എന്താണ് പഠിത്തത്തിന് തടസ്സമായിട്ടുള്ളത്, അതെങ്ങനെ മാറ്റാമെന്നെല്ലാം അങ്ങനെ എല്ലാ രീതിയിലും സാർ എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. സാറിൻ്റെ സപ്പോർട്ടും സാർ തന്നൊരു കോൺഫിഡൻസും കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പഠിച്ച് ഇപ്പോൾ ഒരു ജോലി കയറാൻ സാധിച്ചതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും.
അപ്പോൾ സാറ് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്ത് ഇപ്പോൾ സാറ് പലപ്പോഴും പറയും ഈ ആഴ്ചയിൽ ഇത്രയും സബ്ജക്ട്സ് പഠിക്കണം, പക്ഷെ പലപ്പോഴും എത്താൻ സാധിക്കാറില്ല. എന്നാലും പല സബ്ജക്ട്സും വായിച്ച് കഴിയില്ല. എന്നാലും സാറ് പറയുന്ന പോലെ പകുതിയെങ്കിലും എത്തിക്കാൻ സാധിച്ചാൽ വളരെ ആശ്വാസമായിരുന്നു. സാറ് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ പറയും. അങ്ങനെ എല്ലാം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു ജോലിയിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പഠിച്ച് നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാത്തൊരു എക്സാം എന്തായാലും ഉണ്ടാവും. ആ എക്സാം നമുക്കെല്ലാം എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു എക്സാം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ എന്തായാലും സാധിക്കും. അപ്പോൾ എക്സാംസ് ഒന്നും വന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാതിരിക്കരുതെന്ന് പറയും സാറ്. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും ഒരു ദിവസം നമ്മൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന ഒരു എക്സാം ഉണ്ടാവും. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പഠിച്ചിരുന്നതും. ഓരോ എക്സാംസ് എഴുതുമ്പോഴും ആ ഒരു വിശ്വാസം ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരു സ്വപ്നത്തിലേക്ക്, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നത്തിലേക്ക് ഞാൻ എത്തി നിൽക്കുന്നത്. അതിന് ഷിൻഡോ സാറും ഹോളിമാത അക്കാദമിയും തന്ന സപ്പോർട്ട് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ്. താങ്ക് യു.